കൊണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ എയ്സും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും ായി കൊഞ്ചി കുറുവി ഒരുപാട് കഥകളൊക്കെ അങ്ങനെ ഷെയർ ചെയ്യാണ്. എയ്സ് ആണെങ്കിൽ കഥകൾ പറഞ്ഞ് നൈസായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോവും. അത് കണ്ട് കൈഡോയുടെ മകള് അവളൊന്നും ഞെട്ടും. എയ്സ് നിനക്ക് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിച്ച് അവനെ തട്ടി വിളിക്കുകയാണ്. അടുത്ത നിമിഷം എയ്സ് കണ്ണു തുറക്കും. ഐ എം സോറി, ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി. കൈഡോയുടെ മകൾക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ശ്വാസം പോലും നിലച്ചു പോകും. അവൻ എന്തോ സംഭവിച്ചു എന്നാണ് അവൾ കരുതിയത്. ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് അവളോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നാളെ രാവിലെ വരെ നിന്നോട് ഒരുപാട് സ്റ്റോറീസ് ഞാൻ പറയും. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാനും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനും നിന്നെ കൊണ്ട് സാധിക്കും. സത്യത്തിൽ നിന്റെ ലക്ഷ്യം എന്താ? ആ ചോദ്യം കേൾക്കേണ്ട താമസം അവളാണെങ്കിൽ ഓടന്റെ ആ ഡയറി ബുക്ക് അതിപ്പോ അവര് കാണിച്ചു കൊടുക്കും. എനിക്ക് ഓടനാവണം, അതാണ് എന്റെ ലക്ഷ്യം. ഇതാ പ്രസന്റ് കാണിക്കും. ഇപ്പൊ കൈഡോയുടെ മകളാണെങ്കിൽ മൊമന്റോസ്കിക്കും ആ ഒരു ബുക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ആ ബുക്ക് കാണുമ്പോൾ തന്നെ അത് അവന്റെ പപ്പയുടേതാണെന്ന് തിരിച്ചറിയും. ആക്ച്വലി ഞാൻ ഈ ബുക്ക് അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, ആരോ ഈ ബുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ വെച്ച് എനിക്ക് അപ്രതീക്ഷിതമായി ഈ ഒരു ബുക്ക് അത് കിട്ടിയതാണ്. അതിൽ നിന്നെക്കുറിച്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നീ ജനിച്ചത് വൈറ്റ് ബിയർഡിന്റെ കപ്പലിലാണ്, വളർന്നത് റോജറിന്റെ കപ്പലിലാണ്. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് ഓർമ്മയില്ല. അവൻ ആ ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കും. കട്ട് ചെയ്ത വീണ്ടും ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സോറോ ആണെങ്കിൽ സാബോവും ലൂഫിയും സോറോയും അവർ 3 പേരും ചെറുപ്പത്തിൽ ജീവിച്ചിരുന്ന ആ ഒരു സ്റ്റോറി അത് പറഞ്ഞു കൊടുക്കും. ഇതാണെങ്കിൽ സ്റ്റോറി പറയും തോറും ലൂഫിയുടെയും ഓടന്റെയും ലക്ഷ്യം അത് ഏകദേശം ഒന്ന് തന്നെയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവും. കാരണം ലോകം മുഴുവൻ നടന്ന് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തണമെന്നാണ് അവർ രണ്ടുപേരും പ്രധാനമായിട്ട് ആഗ്രഹിച്ചത്. അതിനുശേഷം റോജർ പറഞ്ഞതനുസരിച്ച് ആ വൺ പീസിനെ അവർ ഫോളോ ചെയ്തു. ഓൾറെഡി റോജറിന് പൈററ്റ് കിങ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതിനുശേഷം ലൂഫിയും അത് ആഗ്രഹിച്ചു. സോ അവരുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ എയിം അത് പൈററ്റ് കിങ് ആവുക എന്നത് തന്നെയാണ്. ഇപ്പോൾ ആണെങ്കിൽ ആ സ്റ്റോറി എല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അവളോട് പറയും, എന്റെ അനുജന്റെ ആഗ്രഹം അത് തീർച്ചയായിട്ടും സാധിക്കും, അവനായിരിക്കും കിങ് ഓഫ് ദ പൈററ്റ്. എന്നിട്ട് കൈഡോയുടെ മകൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ തോന്നും. അവൾ അതിനുശേഷം ആ ഒരു ജേണൽ കാണിച്ചു കൊടുത്ത് ഓടനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങും. ഓടന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവളാണെങ്കിൽ ലൂഫിയെ കുറിച്ച് പറയും. തീർച്ചയായിട്ടും ഓടനെ പോലെ തന്നെ നിന്റെ ബ്രദർ ലൂഫി അവനും സ്ട്രോങ് ആണ്, കൊണ്ട് അവന്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് കഴിയും. എന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹം നിങ്ങളോടൊപ്പം സെയിൽ ചെയ്യണം എന്നാണ്. അത് കേൾക്കുമ്പോൾ എയ്സിനും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നും. ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും അടുത്ത തവണ നിന്നെ കാണുമ്പോൾ ഞങ്ങളോടൊപ്പം നിന്നെയും കൂട്ടുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിച്ച് ഇപ്പൊ പതിയെ നേരം പുലർന്നിരിക്കുകയാണ്. രാവിലെ രണ്ടുപേരും ഓരോ വിബ്രു കാർഡ് അത് എക്സ്ചേഞ്ച് ചെയ്ത് എയ്സ് ആണെങ്കിൽ ഇപ്പൊ അവന്റെ കപ്പലെടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. അവളാണെങ്കിൽ വിളിച്ചു പറയും, എയ്സ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, നമ്മുടെ സെയിൽ അതന്ന് ആരംഭിക്കണം. അതിന് അവനും ഓക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ കടന്നു പോകും. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം അവൾ ആ ഒരു ജേണൽ അത് തിരിച്ചു മറിച്ച് നോക്കുമ്പോഴായിരിക്കും ഇന്ത്യ വിബ്രു കാർഡ് അത് കുറേശ്ശെ ഇപ്പൊ കത്തി എരിയുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുക. അവളാണെങ്കിൽ അത് തടയാനായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് നോക്കും. പക്ഷെ അതാണെങ്കിൽ ക്ഷണവേഗത്തിൽ മൊത്തത്തിൽ കത്തി തീർന്നില്ലാതാവുകയാണ്. അന്ന് അവൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ അവൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും, എന്തോ ഒന്ന് അൺയൂഷ്വലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവൾക്ക് കൺട്രോൾ പോയി. അവളാണെങ്കിൽ അവളുടെ ആ ചെയിൻ നല്ല ഫോഴ്സ് കൊടുത്ത് വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അതിന് കഴിയില്ല. അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് ആ ഒരു ചെയിൻ തകർക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ജേണലിൽ താഴെ വീണ് അതിലൊരു പേജ് ഓപ്പൺ ആവുകയാണ്. അതിൽ കൈഡോ മെൻഷൻ ചെയ്ത ഒരു മെസ്സേജ് അവൾ വായിക്കും. 20 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ പൈററ്റ് എറ അത് ഇവിടേക്ക് വന്ന് വാനോ കിങ്ഡം അത് തിരികെ പിടിക്കുമെന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. എയ്സും ഇതേ കാര്യം തന്നെയാണ് അവളോട് പറഞ്ഞത്. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ് അവൾ കാര്യമായിട്ട് എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ സമയം കൈഡോ ആണെങ്കിൽ അവിടേക്ക് വന്ന് അവളെ തിരികെ വിളിക്കും. അവൾക്കാണെങ്കിൽ ആ വിബ്രു കാർഡ് അത് കത്തിയപ്പോൾ തന്നെ മനസ്സിലായി എയ്സിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. സോ അവന് പകരം ഒരുപക്ഷെ ഓടിന്റെ അതേ നേച്ചറുള്ള ആയിരിക്കും ഇവിടേക്ക് വരിക. തീർച്ചയായിട്ടും അവന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ മനസ്സിൽ ഒരു ശബ്ദം എടുക്കും. ഇവിടെ കൈഡോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എന്റെ അടുത്തേക്ക് വരുന്നതാണ് നല്ലത്. നിന്നെ തല്ലി എന്റെ കൈ വേദനിച്ചു തുടങ്ങി. മാത്രമല്ല എനിക്കതിൽ ഇപ്പോ വല്ലാത്ത നാണക്കേടാണ്. അതിന് അവളങ്ങനെ ടേൺ ചെയ്ത് എനിക്കതിൽ യാതൊരു നാണക്കേടും ഇല്ല എന്ന് പറഞ്ഞ് ചുറ്റുമുണ്ടായിരുന്ന അവന്റെ സോൾജേഴ്സിനെ തല്ലി തകർത്ത് അവനെ ആഞ്ഞടിക്കാൻ ഫ്ലൈ ചെയ്തു. ഇതാ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഇപ്പൊ കൈഡോയുടെ മകള് അവളാണെങ്കിൽ ആ ജേണല് മൊമന്റോസ്കിയെ ഏൽപ്പിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസ് പേപ്പറിലൂടെ എയ്സ് മരിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. മാത്രമല്ല ഈ ഒരു ജേണലില് 30 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു എറ അത് ഈ വാനോ കിങ്ഡത്തിലേക്ക് വന്ന് വാനോ കിങ്ഡം തിരികെ പിടിക്കുമെന്ന് മെൻഷൻ ചെയ്തിരുന്നു. മാത്രമല്ല ഈ വാനോ കിങ്ഡം മൊമന്റോസ്കി നിന്റേതാണ്.
ഈ ഒരു ബുക്കും അത് ഇനി മുതൽ നീയാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവള് അത് അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. കട്ട് ചെയ്താ ഇവിടെ യൂസ്റ്റസ് കിഡിനെയും കില്ലറിനെയും കാണിക്കും. അവർ രണ്ടുപേരുമാണ് ആയിട്ട് കൈഡോ ഉള്ള ആ ഫ്ലോറിലേക്ക് ഇപ്പൊ കടന്നു വരിക. കാണേണ്ട താമസം ഇപ്പൊ അവരെ പരിഹസിക്കും. ഓ നോ, നിങ്ങളെ ഞാൻ എത്ര തവണ മരണത്തിൽ നിന്നും എന്നിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ്, എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ മരണം ഇരന്നു വാങ്ങുകയാണോ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമായത് ഞാൻ തരാമെന്ന് പറയും. ഇത് കേട്ട് ബിഗ് മോം ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ കൈഡോയോട് പറയും, നിന്റെ ക്ലാസ് അത് വളരെ മോശമാണ്, അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരണേ. ഇത്തവണ ഉള്ള സ്റ്റഡി ക്ലാസ് അത് ഞാൻ കൊടുക്കാമെന്ന് പറയും. അത് കേട്ട് കില്ലറാണെങ്കിൽ ചിരിക്കുകയാണ്. കില്ലറിന്റെ ചിരി കണ്ട് യൂസ്റ്റസ് കിഡ് പൊട്ടിച്ചിരിച്ച് അവൻ അത്രയും നേരം അക്യുമുലേറ്റ് ചെയ്തെടുത്ത ആ ഒരു മെറ്റൽസ് അതെല്ലാം തന്നെ അങ്ങനെ നേരെ തൂക്കി വീശാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോഴായിരിക്കും വമ്പൻ ഒരു ആക്ഷനും നിലവിളിയൊക്കെ കൊടുത്ത് നമ്മളുടെ സോറോ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരിക. അവന്റെ തൊട്ടു പിന്നാലെ ക്രിയേറ്റ് ചെയ്ത് സാക്ഷാൽ ട്രഫാർഗറിലോ അവനും അവിടേക്ക് സേഫ് ആയിട്ട് എത്തും. കിഡിനാണെങ്കിൽ അവരെയെല്ലാം കണ്ട് കൺട്രോൾ പോവും. കാരണം അവൻ ഒറ്റയ്ക്ക് കൈഡോയെ തല്ലിക്കൊല്ലണം എന്ന് ആഗ്രഹിച്ചാണ് അവിടേക്ക് എത്തിയത്. അവയാണെങ്കിൽ ചുറ്റും നോക്കും, പ്രധാനപ്പെട്ട ആളെ കാണാനില്ല. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫിയാണ്. 4th ഫ്ലോറിന്റെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അവരോട് പറയും, ഓ നിങ്ങളെല്ലാം ന്യൂ എറയിലെ ആൾക്കാരല്ലേ, ഒറ്റയടിക്ക് നിങ്ങളെ ഞങ്ങൾ പറപ്പിക്കും. ഇവിടെ ഓടന്റെ അസിസ്റ്റൻസിനെ ഞാൻ തല്ലിക്കൊന്ന് ഒരു ഭാഗത്തിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കും അതുപോലൊരു മരണം വേണ്ട എങ്കിൽ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് പറയേണ്ട താമസം നമ്മുടെ ലൂഫി അവൻ ആ ഡോറൊക്കെ തകർത്ത് അവിടേക്ക് അങ്ങനെ മാസായിട്ട് ഒരു എൻട്രി കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓടൻ 20 കൊല്ലത്തിന് ശേഷം അവരെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞതിന് കാരണം അത് ലൂഫിയാണ്. കാരണം പുതിയ പൈററ്റ് എറയിലെ ഏറ്റവും പവർഫുള്ളായ പൈററ്റ് കിങ് അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫിയാണ്. അവനാണ് വാനോക്കിൻ്റെ സേവ് ചെയ്യുക എന്ന് ഓടൻ അറിയാം. സോ അങ്ങനെ ഒരു രക്ഷകൻ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ കൈഡോയ്ക്ക് നേർ നടന്നു വരികയാണ്. ലൂഫിയെ കാണേണ്ട താമസം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര നിരാശ. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ലൂഫിയോട് പറയും, മാറി നിൽക്ക്, കൊല്ലാൻ പോകുന്നത് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും ഗൗനിക്കാതെ അങ്ങനെ നടന്ന് യുടെയും ബിഗ് മോമിന്റെയും ഇടയിലേക്ക് വരികയാണ്. ബിഗ് മോം ആണെങ്കിൽ ലൂഫിയെ തന്നെ നോക്കും. എന്തുപറ്റി, നീ മാപ്പ് പറയാൻ വരികയാണോ? ഓക്കെ, എന്റെ കാലിൽ വീണ് മാപ്പ് പറ, ആണെങ്കിൽ അധികം വേദനിപ്പിക്കാതെ നിന്നെ ഞാൻ ചവിട്ടി അരച്ച് കൊല്ലാമെന്ന് ബിഗ് മോം ലൂഫിയോട് പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കില്ല. ലൂഫി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഓടന്റെ അസിസ്റ്റൻസിന്റെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ ഒരുപാട് അടിയൊക്കെ കിട്ടി ജീവന് വേണ്ടി പോരാടുകയാണ്. ലൂഫി കിന്നിന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി. അതിന് കിന്നാണെങ്കിൽ ലൂഫിയുടെ കൈ പിടിച്ച് പറയും, എനിക്ക് എന്നെ ഓർത്ത് ഒരുപാട് അപമാനം തോന്നുന്നു. അവന് കൊടുത്ത വാക്ക് ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാനായില്ല, നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂന്ന് അവനങ്ങനെ നെടുവീർപ്പിട്ട് പറയാണ്. അവനങ്ങനെ പറയും തോറും വായിലൂടെ ബ്ലഡ് പുറത്തേക്ക് ഒഴുകും. സോറോയ്ക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാനാവില്ല. ഇവിടെ ലൂഫിയുടെ ദേഷ്യവും പകയും വെറുപ്പും അതങ്ങനെ ഇരച്ചു കയറും. ലൂഫി ആണെങ്കിൽ കൈ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് അവനോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ഓടന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, വയലറ്റ് പെണ്ണിന് വേണ്ടി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞാനത് ചെയ്യുമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം കിന്നാണെങ്കിൽ സന്തോഷത്തോടു കൂടെ താഴേക്ക് വീഴുകയാണ്. ഈ സമയം കൈഡോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ തൊട്ട് പുറകിലേക്ക് വരും. അത് കണ്ട ലൂഫി ട്രഫാർഗർലോയോട് പറയും, എത്രയും വേഗം ഇവരെ ഷാമ്പിൾ ചെയ്ത് ആ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അവിടേക്ക് കൊണ്ടുപോകും. ഇടോ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം നേരത്തൊരു ഒറ്റയാട്ടി. അവിടെയാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ആവുകയാണ്. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വന്ന് കൈഡോയുടെ തലയുടെ മുകളിൽ നിൽക്കും. അതിനുശേഷം ആ കളർ ഓഫ് ഹോക്കി പവർ അത് മുഴുവനായിട്ടും കറക്റ്റായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാണ്. അവനത് ഫോക്കസ് ചെയ്യുന്ന അതേ സമയം തന്നെ ഒരു നിമിഷം അവൻ ഓടനെ കുറിച്ച് ആലോചിക്കും. ഓടൻ കൊല്ലപ്പെട്ടതും അതിനുശേഷം ആക്ഷൻ തകർത്തതും കിന്നിനെ കണ്ടുമുട്ടിയതും പിന്നീട് ഇവിടെ വരെ എത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നു വരും. ലൂഫി ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഫുൾ പവർ എടുത്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ കൈഡോ അങ്ങനെ കറങ്ങി അടിച്ച് താഴെ വീഴും. ആണെങ്കിൽ ലൂഫി ഒരു പൊടി പയ്യനാണെന്നും അവന് വലിയ പവർ എന്നുമാണ് കരുതിയിരുന്നത്. പക്ഷേ ബിഗ് മോമിന്റെ എല്ലാ തന്നെ എക്സ്പെക്ടേഷൻസും ചിന്തകളും ഒക്കെ തകർത്ത് ഇപ്പൊ കൈഡോയെ തന്നെ ലൂഫി അട്ടിച്ച് താഴെയിട്ടു. ലൂഫി ആണെങ്കിൽ കാഷ്വലായി സ്റ്റൈലായി പോസ് കൊടുത്ത് ഇപ്പൊ അവനോട് പറയും, ഞാനാണ് സാക്ഷാൽ മങ്കി ഡി ലൂഫി. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.